ഹോസ്പിറ്റലിലാണുള്ളത്. ഇത് എൻ്റെ റൂമാണ് ഹോസ്പിറ്റലിൽ. ഇതേ ഇവിടെ കിടന്നിട്ടാണ് എല്ലാ ദിവസവും ചികിത്സിക്കുക. രാവിലെ ഒരു 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ബാ കോപുനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. സോ ഗൈസ്, ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഹീസ് എ നൈസ് പേഴ്സൺ. മീറ്റ് മിസ്റ്റർ സ്റ്റെഫാനോ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചില്ല. ചെരുപ്പിടാണ്ട് നടക്കാൻ നല്ല സുഖം. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ ദോശ ഉണ്ട്. ഹലോ, എന്തൊക്കെയാണ് വിശേഷം? അങ്ങനെ കുറേ നാളിന് ശേഷം, ഒരു ഇനഫ് ബ്രേക്കിന് ശേഷം ഞാൻ എൻ്റെ ഒരു വ്ളോഗ് ചെയ്യാണ്. ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. ഇത് എൻ്റെ റൂമാണ് ഹോസ്പിറ്റലിൽ. നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഹോസ്പിറ്റൽ കൊച്ചിയിൽ തന്നെയാണ്, തൃക്കാക്കര. അപ്പം അവിടെ അഡ്മിറ്റഡ് ആണ് കുറച്ച് ദിവസമായിട്ട്. എന്താണ് ഹോസ്പിറ്റലിലെ കാര്യം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. എന്ത് പറ്റി എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ കഥയൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ഈ റൂം നിങ്ങൾക്കൊന്ന് കാണണോ? ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ റൂം. ഇന്നത്തേക്ക് ഞാൻ എടുത്തിട്ട് ഒരു 12 ദിവസമായിട്ടുണ്ട്. ബാ നിങ്ങൾക്ക് ഞാൻ വരൂ ഗൈസ്, ഒരു റൂം ടൂർ തരാം. ഇതാണ് ഞാൻ കിടന്ന റൂം. അന്ന് നമ്മൾ സ്റ്റേക്കേഷന് വേണ്ടി കപിലേവ് കിടന്ന റൂം പോലെ. ഇത് സ്വീറ്റ് റൂമാണ് ആക്ച്വലി. ഇവിടുത്തെ ഒരു ബെസ്റ്റ് റൂമാണെന്ന് പറയാം. അപ്പോൾ ആദ്യം വന്ന് കയറുമ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ലിവിങ് ഏരിയ ഉണ്ട്. എന്നെ കാണാൻ വരുന്നവർക്കൊക്കെ ഫ്രൂട്ട്സും പഴമൊക്കെ കൊണ്ടുവന്ന് എന്നെ കാണാൻ വരാം, ഇവിടെ ഇരിക്കാം. ഓക്കെ. ആൻഡ് ഇത് തന്നെ വലിയൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോത്ത്സ് ഒക്കെ ഹാങ് ചെയ്തിടാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ എനിക്ക് മാത്രമായിട്ടൊരു സ്വന്തമായിട്ടൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഈ ഫ്രിഡ്ജിൽ ഞാൻ എൻ്റെ ഫേസ് മാസ്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും ഞാനിത് ക്യാരി ചെയ്തുകൊണ്ടോ ഒന്നും ഞാൻ മുഖത്തിട്ടിട്ടുമില്ല. അതാണ്. ആൻഡ് ഇതിൻ്റെ മുകളിൽ എൻ്റെ സ്കിൻ കെയർ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. വലിയൊരു ബാത്റൂമാണ്. കണ്ട, അല്ല വലിയൊരു ബാത്റൂം ഉണ്ട്. വിശാലമായിട്ട് കുളിക്കാം ഒറ്റയ്ക്ക്. ഓക്കെ. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ കാണുന്നത് ട്രീറ്റ്മെൻറ്റ് റൂമാണ്. അത് കാണണം. എൻ്റെ റൂം കണ്ടിട്ട് കാണാം അല്ലേ? ഓക്കെ. ഇനി എൻ്റെ മുറിയിലേക്ക് പോവാം. ക്യാമറമാൻ ബാക്കിൽ വരും. സോ ഇതാണ് ഞാൻ കിടക്കുന്ന റൂം. ഇതാണ് പേഷ്യൻറ്റിൻ്റെ ബെഡ്. അപ്പം രാത്രി ഞാനിവിടെ കിടക്കും. പിന്നെ ഇതെൻ്റെ ബൈസ്റ്റാൻഡറിൻ്റെ ബെഡ്, അരുൺ ഗോപിൻ്റെ ബെഡാണ്. അപ്പം അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇതാ ഒരു അലമാരി ഉണ്ട്. ക്ലോത്ത്സ് ഒക്കെ നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ ഫുഡ് സാധനങ്ങൾ. പിന്നെ ഇവിടെ എൻ്റെ ക്യാമറ, മൈക്ക്, ഇതെൻ്റെ MRI സ്കാൻ. ആര് ചോദിച്ചാൽ അപ്പം എടുത്തു കൊടുക്കണമെന്ന്. പിന്നെ ഇവിടെ എൻ്റെ ലാപ്ടോപ്പ്. ഇപ്പം സുജ വന്ന് കുറച്ച് ബുക്സൊക്കെ തന്നു. ഞാൻ ഇക്കിഗായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ബുക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ റൂമിലെ കാര്യങ്ങൾ. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ നല്ലൊരു സൺലൈറ്റ് വരും ഗൈസ്. അതായത് ഒരു ഗോൾഡൻ ലൈറ്റ് ഇങ്ങനെ കിട്ടും. യുനോ, ഞാനിങ്ങനത്തെ ഗോൾഡൻ അവേഴ്സിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ എല്ലാ ദിവസവും ചുമരിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടലാണ് എൻ്റെ മെയിൻ പണി. എന്തായാലും ഇവിടെ നിന്ന് കൂടുതൽ വർത്താനം പറയുന്നില്ല. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? പക്ഷേ ഞാൻ എൻ്റെ സൺസ്ക്രീൻ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ. അപ്പോൾ വൈകുന്നേരം നടക്കാൻ പോകുമ്പോൾ ഞാൻ മസ്റ്റായിട്ട് എൻഷുർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എൻ്റെ സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടിലിപ്പോൾ നല്ല പീക്ക് സമ്മർ ടൈമാണ്. എവറി 2 hours നമുക്ക് ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു ലോങ് ലാസ്റ്റിംഗ് സൺ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നതിനെന്ന്. ഇൻട്രൊഡ്യൂസിങ് ദ ഡെർമാക്കോസ് 1% ഹൈലൂറോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ. ഈ റെവല്യൂഷണറി പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, റിമാർക്കബിൾ 6 hours നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരും, എലിമിനേറ്റിംഗ് ദ നീഡ് ഫോർ ഫ്രീക്വൻറ്റ് റീആപ്ലിക്കേഷൻ. ഇത് സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്, ഒരു വൈറ്റ് കാസ്റ്റും ലീവ് ചെയ്യില്ല. ഇതിലുള്ള SPF 50 PA++++ നമ്മളുടെ സ്കിന്നിനെ ഹാഷ് ആയിട്ടുള്ള UVA UVB റേസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യും ഹോൾ 6 hours. ഇൻഫ്യൂസ്ഡ് വിത്ത് ഹൈലൂറോണിക് ആസിഡ് ഈ ഒരു ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ നമ്മളുടെ സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തുള്ള ഡ്രൈനസ് ഒക്കെ മാറ്റും.
ഇനി നമുക്ക് ഇതിന്റെ വാട്ടർ റെസിസ്റ്റന്റ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാൻ എന്റെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്നിൽ ഡെർമാക്കോ സൺസ്ക്രീൻ, മറ്റേതിൽ ഒരു റാൻഡം സൺസ്ക്രീൻ ഇടുന്നുണ്ട്. ഇളക്കി കൊടുക്കുമ്പോൾ ഡെർമാക്കോ സൺസ്ക്രീൻ നല്ല സോളിഡ് ആയിട്ട് നിൽക്കുന്നത് കാണാം, മറ്റേ സൺസ്ക്രീൻ്റെ മിക്സ് ആയി പോയിട്ടുണ്ട്. കൂടാതെ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഡെർമാക്കോയുടെ വെബ്സൈറ്റിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ എന്നിവയിലും അവൈലബിൾ ആണ്. യൂസ് മൈ കൂപ്പൺ കോഡ് NIMI2024 to get 20% discount on Dermaco's website. The Dermaco has empowered 15,000 plus students this year with their Young Scientist initiative. Every time you buy from them, they'll link your order to a child that they help educate with Bhumi. നടക്കാൻ പോകാൻ റെഡിയായി, പോവാൻ താഴത്തേക്ക്. കീ എടുക്കട്ടെ. ട്രീറ്റ്മെന്റ് റൂം കാണിച്ചു തരാം. അറ്റാച്ച്ഡ് ട്രീറ്റ്മെന്റ് റൂം ആണേ. ഇവിടെ നിന്ന് തുറന്നാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. അപ്പോൾ ദേ ഇവിടെ കിടന്നിട്ടാണ് എല്ലാ ദിവസവും ചികിത്സിക്കുക. രാവിലെ ഒരു 2 ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ആ 2 ഇവിടെ വരാറുള്ളൂ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. വാ പോവാം നമുക്ക് പുറത്തേക്ക്. രാത്രി എന്ത് സുഖമായിരുന്നു അറിയോ പോകും, നല്ല മഴ പെയ്യായിരുന്നു. ഞാനിവിടെ കുറേ നേരം നിങ്ങൾ വരുന്നത് വരെ കാത്തുന്നു. അവിടെ പോലെ ഏറ്റവും രസമുള്ളൊരു സമയം ഈവനിങ് ആണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ നടക്കാനിറങ്ങും. ഈ പൂക്കൾ, കളർഫുൾ പൂക്കളുണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. നമുക്കൊരു സുഖമാണ് വൈകുന്നേരം വരുമ്പോൾ. പിന്നെ നല്ല കാറ്റുണ്ടാവും, ചൂടൊക്കെ ഒന്ന് കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ ദേ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ സ്ഥിരമായിട്ട് പോയിട്ടിരിക്കുക. ഇവിടെ ഒരു ഔഷധോദ്യാനമുണ്ട്. അവിടെ ഇതൊക്കെ ഔഷധങ്ങളാണോ, അല്ലെങ്കിൽ ചെടികളല്ലേ? അപ്പോൾ ബാക്ക് പെയിൻ്റെ ബാക്കി കഥ ഞാൻ പറയാം. അപ്പം ഒരു ദിവസം ഇങ്ങനെ നോക്കണ സമയത്ത് കുനിഞ്ഞ സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. കേട്ടെന്നടുത്തുനിന്ന് എണീക്കുമ്പോഴേക്ക് ഭയങ്കര പെയിൻ, തിരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല, ഒന്നും മോനെ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പം പിന്നെ എനിക്ക് മനസ്സിലായി സംഭവം ഇനി അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നല്ലോണം പണി കിട്ടുന്നത്. അപ്പം നേരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, MRI സ്കാൻ ചെയ്തു, ഡോക്ടറെ കാണിച്ചു. അപ്പോൾ MRIയിൽ L4 L5 ചെറിയൊരു ബൾജുണ്ട്. പേഴ്സണലി എനിക്ക് ആയുർവേദം ഭയങ്കര ട്രസ്റ്റാണ്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിവിടെ വന്നിട്ട്, നമ്മുടെ OP ഇവിടെയാണ് കേട്ടോ, ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ മോഹനൻ ഡോക്ടറിൻ്റെ, ഇവിടുത്തെ ഒരു സീനിയർ ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണിച്ചു. പിന്നെ ഡോക്ടർ അച്ഛൻ്റെ ഒരു നല്ല സുഹൃത്താണ്, ഗോപുവിൻ്റെ അച്ഛൻ കോട്ടക്കലിലാണ് കേട്ടോ വർക്ക് ചെയ്തത്. അച്ഛനും ഗോപുവിൻ്റെ ഫാമിലിയും എല്ലാവരും കോട്ടക്കലിൻ്റെ പല പല ബ്രാഞ്ചിലൊക്കെ ആയിട്ട് ജോലി ചെയ്ത ആൾക്കാരാണ്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ട് ഈ കോട്ടക്കലും അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട്. ഞാനും പോയിട്ടുണ്ട് കോട്ടക്കൽ. അവരുടെ എന്താ അവനെ പറയുക, കൈലാസ മന്ദിരം എന്ന് പറയും. അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, PK വാര്യർ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ പോയി ദക്ഷിണയൊക്കെ കൊടുത്ത് അനുഗ്രഹം മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമാണ്, നമ്മുടെ സ്വന്തം ഒരു സ്ഥലത്ത് വരുന്നത് പോലെ. അപ്പം അങ്ങനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് അഡ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വാക്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലുണ്ടല്ലോ, നമുക്ക് വാക്കിൻ ഒരു ഓപ്ഷനാണ്. നമുക്ക് ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക. പക്ഷേ ആ റെസ്റ്റൊക്കെ കണക്കായിരിക്കും, നമ്മൾ ആരും ആ റെസ്റ്റ് എടുക്കില്ല. കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക നമ്മൾ ഇവിടെ കിടന്ന് റെസ്റ്റ് എടുത്ത് ട്രീറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ന് പറഞ്ഞു. സോ അങ്ങനെ അവൈലബിൾ ആയ, അതെ, നമ്മൾ എടുക്കില്ല, നമ്മൾ എല്ലാത്തിലും കയറി ഇടപെട്ട് ചാളാക്കി പിന്നെയും പഴയതുപോലെ തന്നെ ആക്കും വീട്ടിൽ പോയാൽ അവസ്ഥ. അപ്പം പെട്ടെന്ന് തന്നെ റൂം അവൈലബിലിറ്റി ഭാഗ്യത്തിന് കിട്ടി. 20th ഞാനിവിടെ അഡ്മിറ്റായി. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കഥ. പക്ഷേ നല്ല റിലീഫുണ്ട് ബാക്ക് പെയിനിന്. 14 days ഇതേപോലെ റെസ്റ്റ് എടുക്കണം. അതെ, ഇനി വീട്ടിൽ പോയിട്ട് ഇപ്പം നമ്മൾ 14 ദിവസം ട്രീറ്റ് ചെയ്താൽ 14 ദിവസം വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. അങ്ങനെ എന്തായാലും ഒരു വലിയൊരു ബ്രേക്കായി എനിക്ക്. ഒറ്റയ്ക്കായിരുന്നു ഇവിടെ. ഗോപു മോനും കൂടെ രാത്രി വരും കേട്ടോ. കുഞ്ഞിനെ
അവനെ മാറിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ എനിക്ക് അവനെ മിസ് ചെയ്തിട്ട് രാത്രി ഉറങ്ങുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ ആൾ വേണം. സോ ഞാൻ രാത്രി കൊണ്ടുവരാൻ പറയും. ഇപ്പം എല്ലാ ദിവസവും രാത്രി ആകുമ്പോൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഡിന്നറൊക്കെ കഴിച്ച് കുട്ടപ്പനായിട്ട് ഉറങ്ങാൻ പോലെ ഒരാൾ ഇവിടെ ഓടി വരും, സ്പൈഡർമാൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ബാ കോപുന് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഇവിടെ എനിക്കൊരു ചെറിയൊരു ഫ്രണ്ട് ഉണ്ട്. സോ ഗൈസ്, ഇവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഹീസ് എ നൈസ് പേഴ്സൺ. Meet Mr. Stefano. Yes. And he's from Italy. Can you say hi to my people? Hi. Hi. Ciao. What? Ciao, ciao. Ciao, ciao. 15 കൊല്ലമായിട്ട് അദ്ദേഹം ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അതായത് എന്നെക്കാളും കൂടുതൽ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റ്. ഐ എം ടെല്ലിങ് യു, you have been here for the past 15 years continuously for the treatment. Yes. Yeah. On all the Kottakkal branches. അതെ. So lovely meeting you. He's leaving on day after. You're leaving on day after, na? Yeah, after. You too. So അല്ല നീയും പോവല്ലേ? അതെ, most probably നമ്മൾ ഇറ്റലിയിൽ ഇനിയും മീറ്റ് ചെയ്യും. Hope to meet you soon in Italy. Verona. You are from Verona, right? Verona. Yeah, so we Okay. will meet The from city there. from the love. Verona is the city from the love. Oh, are you on Instagram? No. Are you on Instagram? So give me your email ID. We'll keep in touch. Okay. Very nice meeting you. Bye Bye bye. Thank you. Thank you. Ciao, ciao. ഇവിടെ ഉണ്ടല്ലോ ചെരുപ്പിടാണ്ട് നടക്കാൻ നല്ല സുഖം. Breath after breath, hold on. So beautiful. ഫ്ലവർ വാക്ക്. And if you fall, ആക്ച്വലി ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ വന്നിരുന്നത് ഇങ്ങനെ ഈ പുല്ലിൽ ചെരുപ്പിടാണ്ട് ചവിട്ടാൻ ഒരു സുഖമാണ്. ഒരു എന്താ പറയുക, എന്താ ഫീൽ ചെയ്യാൻ നമുക്ക്? സോഫ്റ്റ്നെസ് ഒന്നല്ല. ഇവിടെ വന്നാൽ എനിക്കറിയില്ല, എല്ലാവരും ചെരുപ്പൂരി നടക്കുന്നതാണ്, അപ്പം ഞാനും നടക്കും. അതെ, ചെരുപ്പൂരി നടക്കേണ്ട സ്ഥലമാണിത്. അതെ, കണ്ടോ, എല്ലാവരും ചെരുപ്പൂരും. സോ ഞാൻ വീട്ടിലില്ലാത്ത കുറച്ച് ദിവസങ്ങളാണ് കഴിഞ്ഞത്. സോ ആസ് എ ഹസ്ബൻഡ് യു ടെൽ മീ ഹൗ വാസ് ദ ഡേയ്സ്? I missed you so much. അയ്യോ, ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ. സങ്കടം കഷ്ടപ്പാട്. വീട്ടിൽ നീ ഇല്ലാതെ, അടുത്ത് കിടക്കാൻ നീ ഇല്ലാതെ, അടികൂടാൻ നീ ഇല്ലാതെ. അടുത്ത് കിടക്കാൻ ഞാനുണ്ടല്ലോ, രാത്രി ഇങ്ങോട്ട് വരില്ലേ? അതുണ്ട്, അത് മാത്രമായിരുന്നു ഒരു പ്രശ്നം. അല്ല, അത് മാത്രമായിരുന്നു നല്ല കാര്യം. ഇനിയിപ്പോൾ 7:30 ആകുമ്പോൾ നമ്മളൊന്ന് റൂമിലേക്ക് തിരിച്ചു പോവും. അപ്പോഴേക്കും എൻ്റെ ഡിന്നർ വരും. എല്ലാം സമയത്താണ്. അതായത് 6:30 6:45 നമ്മളുടെ ആദ്യത്തെ മോർണിംഗ് കോഫി ടീ ഒക്കെ ഇവർ സെർവ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 7:45 ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആദ്യം അതിന് ഞാൻ കയറും. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ടാവും. സോ വേഗം തന്നെ ഒന്ന് മേൽ കഴുകുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ 1 മണിക്കൂർ കിടക്കണം, റെസ്റ്റ് കിടക്കുക തന്നെ വേണം. അപ്പം ആ റെസ്റ്റ് കഴിഞ്ഞ് എണീക്കുമ്പോഴേക്ക് 11 മണിക്ക് സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം ആവും. സോ അപ്പോഴും അങ്ങോട്ട് പോയി തിരിച്ച് വന്ന് പിന്നെയും മേൽ കഴുകും. മേൽ കഴുകി ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴേക്ക് ലഞ്ച് എത്തും. അപ്പോഴേക്ക് വിശന്ന് കത്തിയിട്ടുണ്ടാവും. ഇവിടെ എത്തിയിട്ടാണ് ഞാനിങ്ങനെ ആലോചിക്കണേ, എന്തൊരു വിശപ്പാണ് എൻ്റെ ദൈവമേ. ഞാൻ ഓപ്പനറിയോ, ഞാൻ ഡോക്ടറെ അടുത്ത് ആദ്യം പറഞ്ഞു എനിക്ക് ഡയറ്റ് വേണമെന്ന്. അപ്പോൾ ഡോക്ടർ ചിരിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ എന്തിനാ ഡയറ്റ്? അതിന് മാത്രം തടിയൊന്നുമില്ല, ഡയറ്റൊക്കെ വേണോ, ക്ഷീണമാവും. അപ്പോൾ ഞാൻ പറയും, ഈ കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡയറ്റും കൂടി ഇതിൻ്റെ ഇടയിൽ നടക്കുകയാണെങ്കിൽ അത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെയൊക്കെ തടിയൊക്കെ കുറയ്ക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഡയറ്റ് തുടങ്ങി. 2 days ഞാൻ ഡയറ്റ് ചെയ്തു. അതായത് രാവിലെ വെറും ജ്യൂസ് മാത്രം ബ്രേക്ക്ഫാസ്റ്റിന്, ഉച്ചയ്ക്ക് ചോറ് തരും, രാത്രി കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഗ്രീൻ സാലഡ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കുണ്ടല്ലോ ആ ജ്യൂസ് കുടിച്ചിട്ട് ലഞ്ചിലേക്ക് പുഷ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടല്ലോ. ഇടയ്ക്കൊരു ബട്ടർ മിൽക്ക് തരും, മോര്, 11 മണിയാകുമ്പം. ആ പുഷ് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി ഗൈസ്. ഞാൻ വളരെ ദയനീയമായിട്ട് എൻ്റെ ഡയറ്റിൽ പരാജയപ്പെട്ട് ഡയറ്റ് നിർത്തി. നല്ലോണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. 1/2 കിലോ ഞാനിവിടെ വന്ന് കൂടിയിട്ടുണ്ട്. 1/2 കിലോൻ്റെ അപ്പുറത്ത് കൂടിയനെ. അല്ല, 3 ട്രീറ്റ്മെന്റ് ഇല്ലേ, നമ്മളെ കെട്ടിവെക്കലില്ലേ? ട്രീറ്റ്മെൻറ്റ് അങ്ങനെ 2 അല്ല. ഞാൻ മെയിൻ ട്രീറ്റ്മെൻ്റ് ആണ് 2 പറഞ്ഞത്. മറ്റേ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂമിലൊക്കെ പോയിട്ടുള്ള മെയിൻ ട്രീറ്റ്മെൻ്റ് ആണ് 2 എന്ന് പറഞ്ഞത്. ബാക്കി തിരിച്ച് നമ്മളെ റൂമിലേക്ക് വന്നിട്ട് കുറേ സാധനങ്ങളുണ്ട്. അതുണ്ട് കേട്ടോ. ഈ നമുക്കൊരു ദിവസം പോകുന്ന അറിയില്ല. ദിവസം പോകുന്നതെന്ന് വെച്ചാൽ മാത്രമല്ല, സ്കിന്നൊക്കെ കണ്ടോ? സ്കിന്നൊക്കെ നന്നായി. എൻ്റെ കൈയാണ് മെയിനായിട്ട്. നല്ല മണമാണ്. കൈ നോക്കി, എൻ്റെ കൈ ഭയങ്കര ടാൻഡ് ആയിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കറുത്ത് ടാനായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ ആ ടാനൊക്കെ പോയി. അതായത് നമുക്ക് നവരക്കിഴി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഞവരയോ? ഞവരക്കിഴി എന്നുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. അതിലിങ്ങനെ ഞവര അരിയും പാലും ഒക്കെ കൂടിയിട്ടുള്ള നമുക്ക് പാക്കാണ് കയ്യിൽ ഇങ്ങനെ കിടക്കും. ഇവരിങ്ങനെ
ചെയ്യുമ്പോൾ. ശരി കേട്ടോ, കാലൊക്കെ പോയി. കൈ നന്നായിടോ, അതല്ലേ ഏറ്റവും അടിപൊളി. സ്കിന്ന് നന്നായി. സുജ കാണാൻ വന്നിട്ട് എല്ലാ വർഷവും പഞ്ചാർമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കംപ്ലീറ്റ് ബോഡി ക്ലെൻസിങ് ആണ്. സ്നേഹനം ചെയ്ത് അത് കഴിഞ്ഞിട്ട് സ്വേദനം ചെയ്ത് വേർപ്പിക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് 5 കർമ്മങ്ങളും വസ്തിയും വിരേചനം അമനം ഈ സാധനമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയൊക്കെ നല്ല ഫ്രഷായി, സ്റ്റൊമക്കൊക്കെ നല്ല വാഷ്ഡായി നല്ല അടിപൊളിയായിട്ട് നിൽക്കും. ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടതാണ്. പൈസ സേവ് ചെയ്തിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വൺസ് ഇൻ എൻ ഇയർ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കും. വെരി ഗുഡ്, ഗുഡ് ഫോർ യു. ഒരു ചികിത്സ വൺസ് ഇൻ എൻ ഇയർ എന്തായാലും അതിനുവേണ്ടി ഞാൻ സേവ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ഗുണം എന്തായാലും കിട്ടും. നമ്മൾ കൂടുതലൊന്ന് സെറ്റാവും, അതാണ് ഉദ്ദേശം. ഇവിടെ ഇരുന്ന് കുറേ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചോ? എന്നാൽ നമുക്ക് പോവാല്ലേ? ഇനിയിപ്പോൾ ഗോകുല് പോകണ്ടേ വീട്ടിലേക്ക്? മോനെ കൂട്ടിയിട്ട് വരണ്ടേ? എന്നാൽ ചെന്നോ അല്ലേ? ഓക്കെ. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഈ ബുക്ക് കുറച്ച് കണ്ടിന്യൂ ചെയ്യട്ടെ. ഹെൽത്തി ആയിട്ട് എങ്ങനെയാണ് ലോങ് ഇയേഴ്സ് ജീവിക്കാമെന്ന് ഞാൻ പഠിക്കട്ടെ. എനിക്ക് ഗൈ വായിച്ചിട്ട് അമ്മയുടെ ചൊല്ലപ്പോ അമ്മയുടെ വേദന കുറവുണ്ട് കേട്ടോ. എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമൊക്കെ എല്ലാ ദിവസവും ഉണ്ടല്ലോ എന്റെ കുഞ്ഞുമോൻ ഇവിടെ വന്നാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, അമ്മേന്റെ നടുവേദന മാറിയോ, കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും. കുറവുണ്ട് കണ്ണാ കേട്ടോ. അങ്ങനെയാണ് ഓക്കെ. ഇനി അമ്മ ചോദിക്കട്ടെ, ഇന്ന് എന്താ ചെയ്തേ പറയൂ. ഇന്ന് കക്കൂടി പോയോ അച്ഛമ്മൻ്റെ കൂടെ? ഇന്ന് കക്കൂടി പോയില്ല. കക്കൂടി പോയിട്ടുണ്ടോ? ഇന്ന് ബാഗ് എടുത്ത് പോയിട്ടുണ്ട്. ബാഗ് ഞാൻ എടുത്ത് വെച്ചേ. ആണോ? എന്നാ മുത്ത കക്കൂടി പോയോ? ഇന്നെ താഴെ ബാഗൊക്കെ എടുത്ത് പോയി എന്ന് പറഞ്ഞല്ലോ അച്ഛമ്മ. എന്താ പറയാ, സ്ഥിരം കളിയാണ്. അതെ, ഈ ഞാനിപ്പോ ഇവിടെ ഹോസ്പിറ്റലിലാണല്ലോ. അപ്പൊ വീട്ടിൽ ആര്യക്കുട്ടന്റെ കൂടെ മോർണിംഗ് തൊട്ട് അതായത് ഈ 8 മണി വരെ അവന്റെ രാത്രി 8 മണി വരെ അവന്റെ എല്ലാ റുട്ടീനും നോക്കി, അവന്റെ എല്ലാ പ്ലേ ടൈമും അവനെ എന്റർടൈൻ ചെയ്ത് അവനെ നോക്കി കൂടെ ഉള്ളത് അതിന്റെ അച്ഛമ്മയാണ്, അതായത് ഗോകുവിന്റെ അമ്മയാണ്. അപ്പം എനിക്ക് ഇടയ്ക്ക് ക്യാമറയിൽ കാണാം ഇവര് കളിക്കുന്നതൊക്കെ. അതായത് പാവം ഇവൻ ഓരോ സ്കൂളിൽ പോകുന്ന ബാഗൊക്കെ എടുത്തോണ്ട് വരും, അമ്മയ്ക്ക് ഇട്ട് കൊടുക്കും. അമ്മ ഇവനും കൊണ്ട് ഇങ്ങനെയൊക്കെ നടന്ന് സ്കൂളിൽ പോകുന്നതൊക്കെ ആക്ട് ചെയ്യും. അതായത് അമ്മ കംപ്ലീറ്റ് ഇവനെ തുടരുത് അമ്മ ഇവനെ കംപ്ലീറ്റ് ഇങ്ങനെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗുഡ് നൈറ്റ്, ലവ് യു. ഓക്കെ. അപ്പൊ ഇന്ന് എനിക്ക് മരുന്നൊന്നും കഴിക്കാനില്ലായിരുന്നു. ഇന്ന് ഫസ്റ്റ് ചെയ്യുന്ന ദിവസമാണ്. സോ ഇന്ന് ഫ്രീ ഫ്രം മെഡിസിൻസ്. നമുക്ക് ഉറങ്ങാം ഗൈസ്. ഗുഡ് നൈറ്റ്. ചെറുതിനെ പിടിച്ചുറക്കട്ടെ. 8:45 അയ്യോ പിടിച്ചുറക്കില്ല. പാട്ട് പാടി ഉറക്കിയാലോ? പാലും പാടി കാലും പിടിച്ച് പാട്ട് പാടി ഉറക്കിയാലോ? അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, വെരി ഗുഡ് മോർണിംഗ്. അപ്പം നമ്മള് രാവിലെ ഒരു 6:30 ആകുമ്പോൾ എണീറ്റു. 6:45 ആകുമ്പോൾ എനിക്ക് കോഫി ചായ എന്തെങ്കിലും വരും. അപ്പം ഞാൻ രാവിലെ ഓപ്റ്റ് ചെയ്യുക മിൽക്കാണ്. മിൽക്കും ബിസ്ക്കറ്റും കഴിക്കും. എനിക്ക് ഇപ്പോൾ 7:20 ആയിട്ടോ സമയം. 7:45 എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. നാളെ എണീറ്റിട്ട് തക്കടും മുണ്ടാപ്പേറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. കൊണ്ടുപോയിട്ട് ഇനി ഗോകുന് ഇങ്ങനെ പല്ല് തെറ്റിക്കണം, ബ്രഷ് ചെയ്യണം, കുളിപ്പിക്കണം അല്ലേ. എന്നിട്ട് സുന്ദര കൂട്ടനായിട്ട് നേരെ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ആര്യക്കുട്ടൻ ചെയ്യാറ്. ഇനി ഞാൻ ഇവനെ കാണുമ്പോൾ ഇന്ന് രാത്രി 8:45 ആവും. ഇവിടെ ഒരു പുലിമരം ഉണ്ട്, അതിൽ നിറയെ പുലികളാണ് കണ്ടോ. ഇവിടെയാണ് നമ്മുടെ അണ്ണാക്കുട്ടന്മാരുടെ വാസസ്ഥലം.
ഒരു 5-6 എണ്ണാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പുളി തിന്നവര്? ഓ ഉഴിയാനോ? അതാ ചേച്ചിമാരല്ലേ ഉഴിയ, അതിനകത്ത് ആരും കേട്ടില്ല തന്നെ കേട്ടോ. ഓക്കെ, അപ്പം രാവിലത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴുള്ള ഇടുന്ന ഒരു ബാത്റൂമാണിത്. ഇത് തന്നെയാണ് ഇവിടെ വന്നിട്ട് എൻ്റെ യൂണിഫോം. ഇതിന് എന്തായാലും കുറേ ഓയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ ട്രീറ്റ്മെൻറ്റിന് പോയി വരാം. എനിക്ക് അവിടെ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നിന്ന് നോക്ക് വന്നു, മുട്ടും അവർ രാവിലെ. അപ്പോൾ അവിടെ പോയി അവർ റെഡിയാക്കുന്നുണ്ടാവും. ഡ്രസ്സൊക്കെ മാറി ഞാൻ അങ്ങോട്ട് പോകണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി പോവാണ്. 7:45 ആകാൻ പോകുന്നു. അപ്പം ആരെങ്കൂട്ടും ഇപ്പം ഇറങ്ങും അല്ലേ? ഐ ലവ് യു. ഇത് ഞവര അരിയാണ്. ഞവര കിഴിയാക്കിയിട്ട് പാലിലിട്ട് തിളപ്പിച്ച് കണ്ടോ ആരുകൂട്ടാ സ്ഥിരം ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ആൾക്കാർ. ഇത് അമ്പിളി ചേച്ചി, അത് അഞ്ജന, പിന്നെ ശ്രീകല ചേച്ചിയാണോ? ശ്രീകല ചേച്ചി. അഞ്ജന day 1 തൊട്ട് ഉണ്ട് എനിക്ക് ഫുൾ. എല്ലാവരും മലപ്പുറംകാരാണ്. നെടുമ്പാശ്ശേരിയാണോ? ഇവർ രണ്ടുപേരും കൊച്ചിക്കാരാണ്. കൊച്ചിയാണോ? ചേർത്തലയാണോ? ശരി. സോ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് റൂമിലേക്ക് എത്തി. ഒന്ന് വേലൊക്കെ കഴുകി. തല കുളിക്കില്ല കേട്ടോ. തല കുളിക്കാൻ ഇന്ന് പെർമിഷൻ ഇല്ല. തല ഇനി നാളെ കുളിക്കണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. 9 മണി. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നോക്കട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ ദോശ ഉണ്ട്. ദോശ, സാമ്പാർ, നല്ലൊരു ചട്നി ഉണ്ട്. ഇവിടുത്തെ ഫുഡ് പ്യുവർ വെജിറ്റേറിയൻ ആണ്. തീരെ എരിവ്, അധികം ഉപ്പ്, പുളി ഇതൊന്നും ഉണ്ടാവില്ല. ബിക്കോസ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ടൈം ആയതുകൊണ്ട് ചെറിയൊരു പഥ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഫുഡ് ഇച്ചിരി കൺട്രോൾഡ് ആണ്. പക്ഷെ എനിക്ക് ഓക്കെ ആണ്, കാരണം എനിക്ക് ശീലമാണ് വെജിറ്റേറിയൻ കഴിച്ചിട്ട്. വെജിറ്റേറിയൻ ഡയറ്റ് മാത്രം എടുത്തിട്ട്. വീട്ടിൽ പാരൻസ് ഉണ്ടാകുമ്പോൾ അധികം വെജാണ്. സോ ഓക്കെ ആണ്. We will dance away the gloomy days right here. നമ്മൾ ഡേ ടൈമിൽ ഇന്ന് വ്ളോഗൊന്നും ചെയ്തില്ല. ഇന്നിപ്പം നൈറ്റായി. എൻ്റെ ഡിന്നർ ടൈം കഴിഞ്ഞു. ഞാനൊന്നും കഴിച്ചില്ല. ഇന്ന് കുറച്ച് ടയേർഡായിരുന്നു. ഇന്ന് ഇത്തിരി ഡൗൺ ആയിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല. മേ ബി കുറേ ദിവസത്തെ തിരുമ്പലും ട്രീറ്റ്മെൻറ്റും വസ്തു ചെയ്യലും ഒക്കെ ആയിട്ട് ഇന്ന് ഇത്തിരി ഒരു ടയേർഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് സമയത്ത് ഫുഡ് കഴിച്ചില്ല. ഡിന്നർ അല്ലെങ്കിൽ 7:30 കഴിക്കുന്നതാണ്. ഇപ്പം അതെ ആര്യൻകുട്ടൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആര്യൻകുട്ടൻ പറയാണ്, അമ്മ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞോ? അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഡിന്നർ കഴിക്കട്ടെ. ഡിന്നറിനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ. നല്ല ഡിന്നറാണ് ഇവിടുത്തെ. റൈസ്, പിന്നെ എനിക്ക് ഇത്തിരി ഉപ്പേരി എക്സ്ട്രാ തരും. പിന്നെ എപ്പോഴും ഒരു സൈഡ് കറി ഉണ്ടാവും. പിന്നെ സാലഡ് ഉണ്ടാവും. ചപ്പാത്തി ഒരു റൈസ് നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഞാൻ അധികം റൈസാണ് നൈറ്റ് ഇവിടെ വന്നാൽ എടുക്കാറുള്ളത്. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ കേട്ടോ. ഇതൊരു ചമ്മന്തി, മിന്റ്. ഇത് സാമ്പാർ. ഇത് പടവലങ്ങ കറി. പടവലങ്ങ പരിപ്പൊക്കെ ഇട്ടു. പിന്നെ ക്യാബേജ് നല്ലോണം ഉപ്പേരി ഉണ്ടല്ലേ. പിന്നെ പഴം. അത് എനിക്ക് സ്പെഷ്യലായിട്ട് 2 ഉപ്പേരി തരും. ഞാൻ ചോദിക്കും, അവരിപ്പോ കൊണ്ടുവച്ച് തരും. നല്ല നന്നായി. അതാ അപ്പൊ ഇന്ന് ഞാൻ ഡിസ്ചാർജ് ആവുന്ന ദിവസമാണ് കേട്ടോ. ഇവിടെ മോർണിംഗിലെ 7:45 എൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ റൂമിൽ വന്നു. എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴുണ്ടല്ലോ നമ്മളിങ്ങനെ വിശന്ന് കത്തും. അപ്പം വേഗം പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ ഉണ്ട് തലയൊക്കെ കുളിച്ചതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ഉപ്മാവുണ്ട്, ഇഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്,
അപ്പോൾ വിശന്ന് വയ്യ, ഞാൻ വേഗം ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വേറൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമാണത്. ഇത് കണ്ടോ, ഇത് മരുന്നാണ്. ഇത് ഇങ്ങനെ ബാൻഡേജ് ആക്കിയിട്ട് പുറത്ത് കിട്ടും. ഇത് കൃഷ്ണേന്ദുവാണ്. കൃഷ്ണേന്ദു എല്ലാ ദിവസവും വന്നിട്ട് ഇത് ചെയ്തു തരുന്ന ആളാണ്. മലപ്പുറത്തല്ലേ കൃഷ്ണേന്ദു സ്ഥലം? കേട്ടോ, ശരി. ഓക്കെ, അപ്പം ബാൻഡേജ് ഇത് ഇവിടെ നമ്മുടെ വയറിലല്ല, ബാക്കിലാണ്. ബാക്കിൽ ഇങ്ങനെ വെച്ച് ആ പച്ചമരുന്ന് ഇങ്ങനെ തേച്ച് നല്ല ടൈറ്റായിട്ട് ചുറ്റിക്കെട്ടും. എന്നിട്ട് ഒരു 1 hour നമ്മൾ കിടക്കണം. അപ്പോൾ ഇങ്ങനെ മരുന്ന് നല്ലോണം നമ്മുടെ ദേഹത്ത് പിടിക്കും. അപ്പോൾ 1 മണിക്കൂർ ടൈമർ വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ട് കിടക്കാൻ പോകാണ്. We are silver line, one of a kind, you and me. So guys, Gobu is here. നമ്മൾ പാക്ക് ചെയ്യുകയാണ്. ഇന്നത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ലഞ്ചും കഴിച്ചു. ബാക്കി റെസ്റ്റ് ഇട്ട് പോയിട്ട് എടുക്കാം. How was your 14 days? I really had a break. ഈ ഒരു 14 days എൻ്റെ ലൈഫിൽ പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് ഇത്ര റെസ്റ്റ് കിട്ടിയിട്ടില്ല. പാട് ഇത് കണ്ടോ ഗൈസ്, ഇവിടെ വരുമ്പോ ഞാൻ എന്റെ ജേർണിയൊക്കെ എന്റെ ജേർണലൊക്കെ എടുത്ത് വന്നാണ്. ഡയറി എവറി ഡേ ഞാൻ ജേർണലൊക്കെ എഴുതും. ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ, പിന്നെ എൻ്റെ എന്താണ് പോസിറ്റീവ് അഫർമേഷൻസ്, ഇതൊക്കെ എഴുതി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. 2 ദിവസം ഞാൻ എഴുതി. പിന്നെ എന്താണെന്ന് അറിയില്ല, അതിനൊരു മൈൻഡ് സെറ്റ് ഇടില്ല. കണ്ടെങ്കിൽ എൻ്റെ ഡയറി കേട്ടോ, കഥ എഴുതിയിരിക്കുന്ന ഗോപനൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഗോപുനെ 2-3 കുറ്റമൊക്കെ എഴുതിയിട്ടുണ്ട്. ഗോപു ഞാൻ ഡയറി എഴുതാത്ത മെയിൻ കാരണം ഗോപു എടുത്തിട്ട് വായിക്കും. എവിടെ ഒട്ടിച്ചാലും ഗോപു എടുത്ത് വായിക്കും. അതുകൊണ്ടാണ്. ഗോപു വായിക്കില്ലേ? ഗോപു ഞാൻ തകർന്നു പോകില്ലേ? ഞാൻ വായിക്കൂല. എന്റെ കുറ്റം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇല്ല മുത്തേ, ഞാൻ ഒരു കുറ്റം എഴുതിയിട്ടില്ല കേട്ടോ. എടുക്കാൻ നിൽക്കല്ലേ, അതെടുത്ത് പൊക്കൊന്നും ചെയ്യല്ലേ എന്ന്. ഇല്ല, കുറച്ച് വേദന മാറുമ്പോൾ മറന്നു പോകും. നടുവേദനയുടെ ചികിത്സയ്ക്ക് വന്നേന്ന്. അപ്പൊ എന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് താഴേക്ക് വെക്കട്ടെ? വേണ്ട വേണ്ട ഇങ്ങനെ വെച്ചാൽ വേണ്ട. അതെയോ? ആ, അപ്പൊ ഗൈസ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നെ വിട പറയുകയാണ് ഈ റൂമിനോട്. 14 ദിവസം എന്റെ എല്ലാം വരുന്ന റൂമായിരുന്നു. അപ്പൊ നിങ്ങൾ കുറെ പേര് യൂട്യൂബിലെ കമ്മ്യൂണിറ്റിയിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു വേദന കുറവുണ്ടോ, ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ വേദന മാറുമോ എന്നൊക്കെ. സോ ട്രീറ്റ്മെന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്ത നിങ്ങളുടെ ഒരു Q&A ആയിട്ട് ചെയ്യാം. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഇതെല്ലാം ഇത്ര ദിവസം ട്രീറ്റ്മെന്റ് ചെയ്തു ഇനി മാറും എന്നല്ല, ഇറ്റ്സ് എ പ്രോസസ് ആക്ച്വലി. ഇവിടെ ട്രീറ്റ്മെന്റ് നടക്കും. എനിക്ക് നല്ല സമാധാനമുണ്ട് വേദനയ്ക്ക്. പക്ഷെ അതിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 14 days ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അനദർ 14 days ഐ ഹാവ് ടു ടേക്ക് കംപ്ലീറ്റ് റെസ്റ്റ്. കിടക്ക തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെഡിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം 1 monthലേക്ക്. പിന്നെ മരുന്നൊക്കെ തൈലൊക്കെ പുരട്ടി തേക്കാനുണ്ട്, എന്നിട്ട് കുളിക്കണം. അപ്പൊ അങ്ങനെ അതും നമ്മൾ കേൾക്കണം. അതൊക്കെ അതേപോലെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം ഇനി 2 weeksലേക്ക് മസ്റ്റ് ആണ് 14 days റെസ്റ്റ്. എണീക്കാനോ കുട്ടീനെ എടുക്കാനോ നത്തിങ് അല്ല, അത് അങ്ങനെ ഒരു എന്നാലേ അതിന്റെ ഫലം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് റിസൾട്ട് വരിക. ഈ ഒരു 14 days കൂടി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പതുക്കെ ഫിസിയോ ചെയ്യാം. അത് കഴിഞ്ഞ് പതുക്കെ വേണമെങ്കിൽ മസിൽ സ്ട്രെങ്തനിങ് ഇല്ലാത്തത് കൊണ്ടാണ്, മസിൽ സ്ട്രെങ്തൻ അല്ലാത്തത് കൊണ്ടാണ് ഈ പല ഇഷ്യൂസും വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ കോർ അല്ലെ, അതാണല്ലോ ഡോക്ടർ പറഞ്ഞു, അതാണല്ലോ എന്റെ ഫാക്ടറും. ഓക്കെ, അപ്പൊ കോർ സ്ട്രെങ്തനിങ് ട്രെയിനിങ് ഒക്കെ ഇനി എനിക്ക് പതുക്കെ ഈ വേദനയൊക്കെ മാറിയിട്ട് തുടങ്ങണം. തിരിച്ചു വരും, വരാണ്ട് അവിടെ പോവാൻ. അല്ല ഗൈസ്, അപ്പൊ പോവാം. ബൈ ട്ടോ. അപ്പൊ ഈ വ്ലോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. ബില്ല് എത്രയാന്ന് ചോദിക്കാൻ? അയ്യോ, ഇനി ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാൻ ഗൈസ്, ഇതിലെ ഓടിയാലോന്ന്. അങ്ങനെ ഞാൻ ചെയ്യില്ല. എന്തൊക്കെ പറയുന്നേ? ശരി, ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച്.